പക്ഷേ CR അങ്ങൊരു മദ്യവിരുദ്ധനാണ്, മദ്യമേ വേണ്ട നിലപാടുകാരനാണ്. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് താങ്കൾക്കും അറിയാം. ഇവിടെ യഥാർത്ഥത്തിൽ വരുമാന വർധനമാണ് ലക്ഷ്യമെങ്കിൽ അതും സാധ്യമാകുമോ? വീര്യം കൂടിയ മദ്യം, നികുതി കൂടുതലുള്ള മദ്യം, നേരത്തെ പിക്കോവും പറയുന്ന പോലെ അത് ബിവറേജിൽ പോയി വാങ്ങി അതിനൊരു സ്ഥലം കണ്ടെത്തി സോഡ വാങ്ങി കൂടെ കഴിക്കാൻ ടച്ചിങ്സ് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ചിരിക്കുന്ന ഒരു സ്ട്രെയിൻ ഇല്ല. വീര്യം കുറഞ്ഞ നികുതി കുറഞ്ഞ മദ്യം വാങ്ങുക, ഫ്രൂട്ടിയൊക്കെ പോലെ എവിടെ നിന്ന് സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുക. യഥാർത്ഥത്തിൽ അത് വരുമാനം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക CR? അല്ല, ഒന്നാമത്തെ കാര്യം, മദ്യത്തിൻ്റെ വ്യാപനം അത് ഏത് സർക്കാർ നടത്തിയാലും അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്, ഒരു പൊതുസമൂഹം. അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത്, കേരളത്തിൽ ഇപ്പോൾ 102 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുന്നത് ഇപ്പോൾ ജിൻഡോയുടെ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ മാത്രം ശക്തി കൊണ്ടല്ല എന്ന് പൊതുസമൂഹത്തിൽ ഉള്ള പിന്തുണയാണ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പൊതുസമൂഹം എന്ന് പറയുന്നതിൽ LDFിലുള്ളവരും UDFിലുള്ളവരും ഇതിൽ രണ്ടിൽ പെടാത്തവരും ഈ പൊതുസമൂഹത്തിലുണ്ട്. ഗവൺമെൻറ്റിനെ വളരെ വിജിലൻ്റായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ, അത് മദ്യനയമായാലും PM ശ്രീ ആയാലും കരിമണൽ ഖനനമായി, ഈ 3 വിഷയം ഇപ്പോൾ തർക്കം വന്നുകൊണ്ടാണ്. ഈ 3 വിഷയത്തിലും ഏത് തരത്തിലുള്ള ഉൾട്ട ഈ ഗവൺമെൻറ് എടുത്താലും ആ പൊതുസമൂഹം വളരെ വിജിലൻ്റായി അവർക്കെതിരായിട്ടുണ്ടാവും. ഒരു മാസം കൊണ്ട് തന്നെ അത് വ്യക്തമായി കണ്ടതാണല്ലോ, വളരെ കൃത്യമാണ്. അതുകൊണ്ട് ആ പൊതുസമൂഹത്തെ അവഗണിച്ചതാണ് ഇടതുപക്ഷത്തിന് പറ്റിയ പ്രശ്നം. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, സതീശൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു, വളരെ തെറ്റായൊരു കാര്യമാണ്. നമുക്ക് മറ്റൊരു പിണറായി വിജയനല്ല കേരളത്തിൽ ആവശ്യം. കേരളത്തിൽ ആവശ്യമുള്ളത് ഇപ്പോൾ ടീം UDF എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് ചെയ്തില്ല. ഇനി അതിൻ്റെ ബഡ്ജറ്റ് ടെക്നിക്കാലിറ്റീസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായി ഇവിടെ മദ്യനയം, LDFിൻ്റെ മദ്യനയവും UDFിൻ്റെ മദ്യനയവും ഒന്നാണോ? ആ ചോദ്യം ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് തീരുമാനിച്ചിട്ട് പോരെ ഈ നികുതിയുടെ കാര്യം തീരുമാനിക്കാൻ? അവിടെ ഒരു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അംഗീകരിക്കുക തന്നെ വേണം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മാധ്യമങ്ങളിൽ ലിജു പറഞ്ഞതുപോലെ ആ നികുതി നിർദ്ദേശം റദ്ദാക്കണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, മദ്യം. ഇപ്പോൾ LDFിൻ്റെ കാലത്ത് നമുക്ക് മദ്യനയത്തിനെതിരെ നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് 1000-ഓളം ബാറുകളും മറ്റ് ഔട്ട്ലെറ്റുകളും, എന്തിന് നേരത്തെ ഹാഷ്മി തന്നെ പറഞ്ഞ അവിടെ എലപ്പുള്ളിയിൽ ഒരു കുഴിയെണ്ണാൻ പോയൊരു കഥ നമുക്കറിയാമല്ലോ അല്ലേ? എത്ര ശക്തമായി എതിർത്തു. ഇപ്പോൾ അക്കാര്യത്തിൽ പോലും CPI ഒരു വളരെ മൃദുവായിട്ട് ഞങ്ങൾ അതിനോട് യോജിപ്പില്ല, പക്ഷേ എന്നൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം, ഒരു അഡ്വാൻറ്റേജ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പൊതുസമൂഹവും കോൺഗ്രസിനകത്ത് ഇപ്പോൾ VM സുധീരനെ പോലെ ഒരാൾ, അദ്ദേഹം LDFിനെതിരെ പറഞ്ഞ അതേ വീര്യത്തോടെ ഈ പറഞ്ഞ കരിമണൽ ഖനനത്തിനും മദ്യനയത്തിനും എതിരായി പറയാൻ കഴിയുന്നു. അങ്ങനെ ഒരാൾ LDFിൽ ഉണ്ടാവുമോ? ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏകാധിപത്യം സതീശൻ ഒറ്റയ്ക്കെടുത്തു എന്ന് പറയുന്നത് തെറ്റാണ്. 10 വർഷമായി ഏകാധിപത്യം പിണറായി എടുത്തത് അതിലേറെ വലിയ തെറ്റാണെന്ന് ഗോപൻ പറഞ്ഞില്ലെങ്കിൽ ഈ താരതമ്യത്തിന് ഒരർത്ഥവുമില്ല. കഴിഞ്ഞ 10 വർഷമായി അതാണല്ലോ അവർ തന്നെ വിലയിരുത്തിയത്. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചത് തെറ്റായിരുന്നു. അത് സതീശനും ആവർത്തിക്കാൻ പാടില്ല. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് സതീശൻ പറഞ്ഞാൽ അന്ന് തീരും സതീശൻ എന്നല്ല ആരായാലും. കാരണം കേരളം അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം മദ്യനയം തീരുമാനിക്കാതെ മദ്യത്തിൻ്റെ ടാക്സ് ഏർപ്പെടുത്തി അത് പിൻവലിക്കുക തന്നെ വേണം. ഇനി ലഘുവായ മദ്യം, അത് പിന്നെ പഴച്ചാറിന്നായാലും വേറെ എന്ത് ചെയ്യുന്നത്. ഞാൻ LDFിൻ്റെ മദ്യനയത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് എഴുതിയിട്ടുണ്ട്, അതിലെവിടെയും പഴച്ചാറില്ല. അത് പിന്നെ വന്നൊരു കാര്യമാണ്, പഴച്ചാറിൻ്റെ ഒന്നുമില്ല. ആ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കും, കേരളത്തിൽ കൊണ്ടുവരാം എന്നൊരു മദ്യനയം വന്നു. പിന്നെ അത് മുമ്പോട്ട് പോയില്ല. അതിൽ പഴച്ചാറാണെന്നോ ഒന്നും ആ മദ്യനയത്തിൽ വ്യവസ്ഥയില്ല. പിന്നെ വന്ന വിശദീകരണമാണ് പഴച്ചാറിൽ നിന്ന് എടുക്കാമെന്ന്. പഴച്ചാറിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു മദ്യ ഉൽപ്പാദനം, ഉപഭോഗം കേരളം, മദ്യം മാത്രമല്ല മയക്കുമരുന്നും, എങ്ങനെ അത് കുറയ്ക്കാൻ കഴിയും? ഇപ്പോൾ വിമുക്തി പദ്ധതി വന്നു. വിമുക്തി പദ്ധതിയെ നമ്മളൊക്കെ പിന്തുണച്ച ആളുകളാണ്. ചെയ്യാവുന്ന അത്ര ഇടങ്ങളിൽ നമ്മളതിനെ പിന്തുണച്ചു. ഇപ്പം തൂഫാൻ വരുന്നു, തൂഫാനെയും നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം എന്താ? കേരളത്തിൻ്റെ സാമൂഹ്യാരോഗ്യം, വ്യക്തിപരമായ ആരോഗ്യം മാത്രമല്ല കശ്മീർ, സാമൂഹ്യാരോഗ്യമാണ് തകരുന്നത്. ആ സാമൂഹ്യാരോഗ്യം, വാഹനാപകടങ്ങൾ, മറ്റ് അതിക്രമങ്ങൾ, അക്രമങ്ങൾ, ഹിംസാത്മകത, ഇതൊക്കെ വർദ്ധിക്കുന്നതിന് മദ്യവും മയക്കുമരുന്നും ഒരുപോലെ അതിൻ്റെ വ്യാപനം അതിന് ചെയ്യുന്നു, അത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടി വരുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ UDF ഇപ്പോൾ നാളെ കഞ്ചിക്കോടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും UDF ഒരു ബ്രൂവറി കൊണ്ടുവരാൻ വന്നാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് എതിർക്കും. VM സുധീരൻ അതിനെ എതിർക്കും. അങ്ങനെ എതിർക്കുന്നവരുണ്ട്. പിന്നെ കോൺഗ്രസിനകത്തൊരു കറക്ഷൻ, ആ കറക്ഷൻ ഉള്ളത് നല്ലതാണെന്ന് ഞാൻ പറയണേ. കാരണം ജനാധിപത്യത്തിൽ കക്ഷി മാത്രമല്ല പ്രധാനം, കക്ഷിക്കകത്ത് ജനാധിപത്യമുണ്ട്.
ട്രംപിനെ എതിർക്കുന്ന റിപ്പബ്ലിക്കൻസ് ഉണ്ടല്ലോ ഹാഷ്മി. അതെ, ഇല്ലേ? അതെ. ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റ്സ് ഉണ്ട് അമേരിക്കയിൽ. അതിനൊരു തെറ്റുമില്ല. ട്രംപ് റിപ്പബ്ലിക്കൻ ആണെങ്കിൽ ട്രംപിനെ എതിർക്കുന്ന അതാണ് ജനാധിപത്യം. അതുകൊണ്ട് എൻ്റെ കക്ഷിയിൽ പറഞ്ഞ ആളുകൾ ഞാനും മിണ്ടരുത്, എൻ്റെ മുന്നണിയിൽ ആരും മിണ്ടരുത്. ഇപ്പൊ PM ശ്രീയുടെ കാര്യം പറഞ്ഞില്ലേ, PM ശ്രീ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തെങ്കിൽ അത് ഒപ്പിടാൻ പറ്റുമായിരുന്നു? പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ കേരളീയ പൊതുസമൂഹം, കേരളത്തിലെ പൊതുസമൂഹം വളരെ വിജിലൻ്റായി നിൽക്കുന്നു. തീർച്ചയായും പ്രതിപക്ഷം ഈ ചെയ്യുന്ന സമരങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും ഈ കാര്യത്തിൽ. കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഒരു പ്രതിപക്ഷമായിട്ട് തന്നെയാണ്. Yes. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.